മകൾ തേജലക്ഷ്മിയുടെ ആദ്യ സിനിമയുടെ ലോഞ്ചിംഗ് ചടങ്ങിൽ വികാരാധീനനായി നടൻ മനോജ് കെ ജയൻ. വിങ്ങിപ്പൊട്ടിയാണ് മനോജ് മകളുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ച് പറഞ്ഞത്. ഉർവശി സമ്മതിച്ചതുകൊണ്ട് മാത്രമാണ് മകളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിച്ചതെന്നും മനോജ് കെ ജയൻ പറഞ്ഞു. സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന സിനിമയിലൂടെയാണ് ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും മകൾ സിനിമയിലേക്ക് ചുവടുവെക്കുന്നത്. മകളോടുള്ള സ്നേഹം കാരണം തന്റെ കരിയർ വരെ പിന്നോട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് മനോജ് കെ ജയൻ തുടങ്ങിയത്. മകൾ സിനിമയിലേക്ക് വരാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ അമ്മയോട് അനുവാദം ചോദിക്കാനാണ് താൻ പറഞ്ഞത്. വൈകാരികമായിരുന്നു മനോജ് കെ ജയന്റെ വാക്കുകൾ. ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ള ഒരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. ഇപ്പോൾ ഇവിടെ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണം പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. അങ്ങനെ ഞാൻ വിട്ടു. അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഇന്നിവിടം വരെ എത്തി. ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രിയാണ് ഉർവശിയെന്നും ഉർവശി വേണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സിനിമ ചെയ്യണ്ട എന്ന് താനും പറഞ്ഞേനെ എന്നും മനോജ് കെ ജയൻ പറഞ്ഞു. ആദ്യം ഉർവശിയെ കഥ കേൾപ്പിക്കുക, അവരാണ് തീരുമാനിക്കേണ്ടത്. ഫീമെയിൽ ആർട്ടിസ്റ്റാണ്, അവരത്ര എക്സ്പീരിയൻസ് ഇല്ല. അത്ര ക്യാരക്ടർ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയെ വിളിച്ച് പറയുക, അവർ കഥ കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി. അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുടുംബത്തിന്റെ കലാപാരമ്പര്യം മകളും തുടരുമെന്ന് വിശ്വസിക്കുന്നുവെന്നും മനോജ് കെ ജയൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അമ്മയും അച്ഛനും കഴിവ് തെളിയിച്ച അഭിനേതാക്കളാണെന്ന സമ്മർദ്ദം തനിക്കുണ്ടെന്ന് തേജലക്ഷ്മി പറഞ്ഞു. ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ട്രസ് ആണ് എൻ്റെ അമ്മ അല്ലെങ്കിൽ ഉർവശി എന്ന് പറയുന്നത്. കാരണം എനിക്കങ്ങനെ ആലോചിക്കാൻ കൂടെ പറ്റില്ല ഞാൻ അതിലും ബെറ്റർ ആവുന്നതോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസർ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സർജാനോ ഖാലിദ് നായകനാകുന്ന സുന്ദരിയായവൾ സ്റ്റെല്ലയുടെ കഥയും സംവിധാനവും നവാഗതനായ ബിനു പീറ്റർ ആണ്. സിനിമയുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും. ന്യൂസ് മലയാളം, കൊച്ചി.